നോമ്പ് എന്തുകൊണ്ട് തുറക്കണമെന്ന്. നോമ്പ് തുറപ്പിക്കലിനെ പറ്റി, അതായത് ഒരാളെ നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നതിനെ പറ്റിയിട്ടും പിന്നെ എങ്ങനെ നോമ്പ് തുറക്കണം, അതായത് ഇപ്പോൾ നോമ്പ് തുറക്കും നമ്മളിപ്പോൾ ഉടനടി വെള്ളം കുടിക്കുന്നുണ്ട്, ജ്യൂസ് കുടിക്കുന്നുണ്ട്, ഉത്തപ്പയം കൊണ്ട് തുറക്കുന്നുണ്ട്, ഫ്രൂട്ട് കൊണ്ട് തുറക്കുന്നുണ്ട്. അതിൽ ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? എങ്ങനെ നോമ്പ് തുറക്കണം? പിന്നെ നോമ്പ് നമ്മളിപ്പോൾ നോമ്പ് ഒരാളെ വിളിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് നോമ്പ് തുറപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നോമ്പ് തുറക്കുന്നത്, അപ്പോൾ അതിനെപ്പറ്റി ഉസ്താദിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഹദീസ് പരിശോധിച്ചാൽ കാണാം, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വ്രതത്തിന് നാം എത്ര പ്രാധാന്യത കൊടുക്കുന്നുവോ, അതേപോലെ തറാവി നിസ്കാരത്തിന് എത്ര പ്രാധാന്യത കൊടുക്കുന്നുവോ, അതേപോലെ പ്രാധാന്യത കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവം. നോമ്പ് ആദ്യ ദിവസം തന്നെ ഒരാളെ നോമ്പ് തുറപ്പിക്കുന്നുവെങ്കിൽ നോമ്പ് അവസാനം വരെയും ആ തുറപ്പിച്ച മനുഷ്യന് വേണ്ടി മാലാക്കമാർ പ്രാർത്ഥിക്കുമെന്നാണ്. മാത്രമല്ല, ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ജിബ്രീലിൻ്റെ കൈമുസാഫത്തും നോമ്പ് തുറപ്പിക്കുന്നവന് ലഭിക്കുമെന്ന് ഹദീസ് കൊണ്ട് വ്യക്തമായ കാര്യമാണ്. പിന്നെ സയ്യിദ് സാഹിബ് ചോദിച്ചത് നോമ്പ് എന്തുകൊണ്ട് തുറക്കണമെന്ന്, അതാണെന്ന് തീർച്ചയായിട്ടും അല്ലേ? അതല്ലേ ചോദിച്ചത്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരക്ക കിട്ടിയില്ലെങ്കിൽ പിന്നെ പച്ചവെള്ളം. അതിലൊരു ശാസ്ത്രീയമായ വശം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ആമാശയത്തിൽ നിക്ഷേപിക്കുന്ന ഒരു സാധനമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ പ്രഭാതം തൊട്ട് പ്രദോഷം വരെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഈ ആസിഡ് കൂടി വന്നിരിക്കും. അപ്പോൾ ഇനി ആദ്യം ആ ആസിഡിനെ നിർവീര്യമാക്കാൻ വേണ്ടത്, ആസിഡിനെ നിർവീര്യമാക്കാൻ വേണ്ടത് ആൽക്കലിയാണ്. ലോകത്ത് ആൽക്കലിയുടെ അംശം ഏറ്റവും കൂടുതൽ അടങ്ങിയതായിരിക്കുന്ന പഴമാണ് കാരക്ക. അപ്പോൾ കാരക്ക ഈത്തപ്പഴം രണ്ടും ഒന്ന് തന്നെയാണോ, അതോ കാരക്ക വേറെയും ഈത്തപ്പഴം വേറെയും? അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കണം എന്ന് പറയുന്നത്. അഥവാ കാരക്ക കിട്ടിയില്ലെങ്കിലോ പിന്നെ പച്ചവെള്ളം. കാരണം ഏത് ആസിഡിനെയും നിർവീര്യമാക്കാൻ പറ്റുന്ന സാധനമാണ് പച്ചവെള്ളം. അതുകൊണ്ട് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞു.